പ്രാർത്ഥനകൾ വിഫലം. ജെസ്സിയ വേദനകളില്ലാത്ത ലോകത്തേക്ക് യാത്രയായി. ഇന്നലെ രാത്രി ജെസ്സിയക്ക് വേദന വളരെ കൂടുതലായി വരികയായിരുന്നു. പിന്നീട് 2 മണിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. വളരെ ഗുരുതരാവസ്ഥയിൽ ആയിരുന്നെങ്കിലും 1% ഡോക്ടർമാർ പ്രതീക്ഷ പറഞ്ഞിരുന്നുള്ളൂവെങ്കിലും ആ 1%ത്തിലും എന്തോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ജെസ്സിയ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന്. കാരണം ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവളെ സ്വന്തം മോളെ പോലെ, സഹോദരി പോലെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഒരു ഞെട്ടലോടെയാണ് മരണവിവരം കേട്ടത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കേട്ടത് സത്യമാവരുതേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. നിഷ്കളങ്കമായ സംസാരത്തോടെയും ചിരിയോടെയും നമ്മുടെ മുന്നിൽ വന്നിരുന്ന ജെസ്സിയ ഇനി ഇല്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ ആവുകയുള്ളൂ. ഒപ്പം ആഷിക്കിനും അവരുടെ കുടുംബത്തിനും ജെസ്സിയയുടെ വിയോഗം ഉൾക്കൊള്ളാനും സഹിക്കാനും കഴിയട്ടെ. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആയിരുന്നു അവളെ ഇത്രയും കാലം തളരാതെ മുന്നോട്ട് കൊണ്ടുപോയത്. അതിലേറെ ആഷിക്കിന്റെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.